ഇത് ഫോക്സ് വാഗൻ ID.4 2023 വണ്ടിയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇത് ID.4 എന്ന് പറഞ്ഞാൽ ഫുൾ ഇലക്ട്രിക് ആണ്. ഒറ്റ ചാർജിൽ 545 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഇപ്പം നിലവിൽ ഇത്ര കാണിക്കുന്നുണ്ട്, 58% ഉണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫീച്ചേഴ്സ് ആദ്യം ഞാൻ കാണിച്ചു തരാം. സാധാരണ എല്ലാ ഫോക്സ്വാഗനിലുള്ള പോലെ തന്നെ ഇങ്ങനത്തെ ഫീച്ചേഴ്സ്, ഇവിടെ ഡ്രൈവ് അസിസ്റ്റ്, മോഡ് മാറ്റാം, ഗിയർ നോവ് ഇല്ല. ഗിയർ നോവ് ഇതാണ്ട നമ്മളെ ചെവിടൊക്കെ പിടിച്ച് തിരിക്കൂലേ, അതേപോലെ ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് ഈ ബട്ടണാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്. സ്വിച്ചൊക്കെ ഇപ്പോൾ എല്ലാ വണ്ടിയിലും വരുന്ന പോലെ തന്നെ, അതായത് ലേറ്റസ്റ്റ് ഫോക്സ്വാഗൻ്റെ എല്ലാ വണ്ടിയും വരുന്നത് ടച്ചാണ് സ്വിച്ചൊക്കെ വരുന്നത്. ഹെഡ്ലൈറ്റിന് സ്വിച്ചുകൾ, ഇവിടെ ബാക്ക് വിൻഡോ ഹീറ്റ് ചെയ്യാം, ഫ്രണ്ട് വിൻഡ്ഷീൽഡും ഹീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 സ്വിച്ച് കാണാൻ പറ്റും, ഫ്രണ്ടിൽ മാത്രമല്ല ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാകും റിയർ എന്ന് പറഞ്ഞ്, റിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് അൺക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാത്രം. അപ്പോൾ അതേപോലെ തന്നെ, അതേപോലെ വിൻഡോ ആയാലും ഇങ്ങനെ തന്നെ. പിന്നെ ഇതാണ് ഈ ഇൻറ്റീരിയർ അടിപൊളിയാണ്. പിന്നെ ഈ വണ്ടിയുടെ തന്നെ 3 വേർഷൻ ഉണ്ട്. ഇപ്പം നിലവിൽ ഇവിടെ 2 വേർഷൻ ഇറങ്ങിയിട്ടുള്ളൂ. ഒന്ന് ഇതിൻ്റെ ഒരു ബേസ് വണ്ടിയിൽ എന്ന് വെച്ചാൽ വേറെ മൈലേജിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേങ്കിൽ എന്താ പറയുക, ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും വ്യത്യാസമുണ്ട്. പിന്നെ പ്രോ ഉണ്ട്, ID പ്രോ ഉണ്ട്. പ്രോ ഹെഡ്ലൈറ്റ്, പിന്നെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, പിന്നെ ഹെഡ്ലൈറ്റ് അസിസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ബാക്കിയുള്ള ഈ ഡ്രൈവർ അസിസ്റ്റ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, ACC അതൊക്കെ എല്ലാ വണ്ടിക്കും ഉണ്ട്. പിന്നെ ഇനി വരാൻ പോകുന്നത് പ്രോ മാക്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതിന് കുറച്ചും കൂടി എന്താ പറയുക, കാണാൻ ഭംഗിയുള്ളതും കുറേ ക്രോം ഫിനിഷിങ്ങും അങ്ങനെയൊക്കെ അതിന്. പിന്നെ അതിന് ഉള്ള പ്രത്യേകത വെച്ചാൽ കുറച്ചും കൂടി റേഞ്ച് കൂടുതലായിരിക്കും. 600 സംതിങ് ഇതുവരെ ഇറങ്ങിയില്ല, അങ്ങനെയാണ് ന്യൂസ് വരുന്നത്. നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്, അറിവ് പ്രകാരം അങ്ങനെയാണ്. പിന്നെ ഇതിൽ പല കാര്യങ്ങളും ചില വണ്ടിയിൽ ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഹീറ്റ് ചില വണ്ടിയിൽ ഉണ്ടാവില്ല, എന്താ പറയുക, AC-യുടെ തന്നെ ഡുവൽ ടോൺ ഹെൽപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യലല്ല, നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ കിട്ടും. ബാക്കിൽ അതേപോലെ തന്നെ ഇതിൻ്റെ ഹീറ്ററിൻ്റെ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡ്രൈവർ ലൈൻ അസിസ്റ്റൻ്റ്, ഓട്ടോമാറ്റിക് ലൈൻ ഡിമ്മ്, അതൊക്കെ സോഫ്റ്റ്വെയറിലൂടെയാണ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ ഒരു സാധനം റീപ്ലേസ് ചെയ്യുക ഒന്നും വേണ്ട. അങ്ങനെയാണ് പല വണ്ടിയിലും വരുന്നത്. ഈ ID-യുടെ സീരീസിൽ അങ്ങനെയാണ് വരുന്നത്. ID വണ്ടികളൊക്കെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഭാവിയിൽ അങ്ങനെ ആയിരിക്കും എല്ലാ വണ്ടിയും വരിക. കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവില്ല, അത് വേണം പൈസ കൊടുത്തിട്ട് വെറും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഡീലർ വഴിയോ അങ്ങനെ ഏതും വഴി ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പെഡല്. ഇതൊക്കെ കൂളല്ലേ, പോസ് പ്ലേ. ഇതിന് കീ സ്വിച്ച് ഉണ്ട്, പക്ഷേ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വണ്ടിയിൽ ഇടുന്ന സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഈ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി സ്റ്റാർട്ടാവും, വണ്ടി മൂവ് ആവും. നമ്മൾ അതേപോലെ തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് സീറ്റ് ബെൽറ്റ് വെച്ച് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡ് ബ്രേക്കിലേക്കും പോകും. പിന്നെ ജസ്റ്റ് പാർക്ക് മാത്രം. ഇത് ഹാൻഡ് ബ്രേക്ക് അല്ല, ഇത് പാർക്ക് എന്നാണ് പറയാത്. ഇത് മൊത്തത്തിൽ വരും, ഹാൻഡ് ബ്രേക്കിനല്ല. ബാക്കിൽ പിടുത്തം വരുന്നത് ബാക്കിലാണ്, പക്ഷേ ഹാൻഡ് ബ്രേക്ക് പാർക്ക് ബ്രേക്ക് എന്നാണ് പറയാം. ഓക്കെ, എന്തായാലും അടിപൊളിയാണ് വണ്ടി, നല്ല സുഖമുണ്ട്, രസമുണ്ട് വണ്ടി ഓടിക്കാനൊക്കെ.